പിന്നെയും നിസ്തുലനായ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തന്റെ രക്തത്താൽ പിതാവായ ദൈവത്തിനായി നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവപുത്രന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിടുക്കത്തോടെ വെളിപ്പാട് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് ദൈവകുഞ്ഞാടായ ക്രിസ്തുയേശുവിനെ നമസ്കരിക്കുന്ന വിശേഷാൽ സ്വർഗീയമായ പുതിയ ഗാനത്തെ കുറിച്ചായിരുന്നു. അതിൽ 4 ജീവികളും 24 മൂപ്പന്മാരും സ്വർഗത്തിലെ അസംഖ്യം ദൂതന്മാരും സകല സൃഷ്ടിയും പങ്കാളികളാകുന്നതും ഏറ്റവും ഒടുവിൽ 7 വിധമായ കാര്യങ്ങൾ സ്വീകരിപ്പാൻ ദൈവകുഞ്ഞാടായ ക്രിസ്തു യോഗ്യനെന്ന് ഏറ്റുപറയുന്നതും നാം കാണുകയുണ്ടായി. ആ ഭാഗങ്ങളിൽ നിന്ന് മറ്റ് എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യം ഉണ്ടെന്ന് ഇതുവരെ ആരും ആവശ്യപ്പെട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് 5-ാം അധ്യായത്തിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ട്, അവയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒന്നുമില്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ നാം ഒരുമിച്ച് ദൈവാരാധനയുടെ വിഷയങ്ങൾ പഠിക്കുകയായിരുന്നു. എന്താണ് ആരാധനയിലെ മുഖ്യ വിഷയം? സ്തോത്രം. എന്തല്ല? ഭയത്തിൽ നിന്നും അതുപോലെ കൊതിയിൽ നിന്നും മോഹത്തിൽ നിന്നും ഒന്നുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ, ഭൗതികമായത് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ, കിട്ടാൻ വേണ്ടിയോ, കിട്ടിയതൊന്നും നഷ്ടപ്പെടാതിരിക്കാനോ ഒന്നുമല്ല ആരാധന. സാത്താൻ വളരെ വികലമാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മീയ ശുശ്രൂഷയാണ് ആരാധന എന്നുള്ളത്. നാം അതേപ്പറ്റി ശരിയായ ബോധമുള്ളവരായി ദൈവവചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ദൈവത്വമാണ് ആരാധനയുടെ മുഖ്യ ഘടകം. ദൈവത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന്റെ പരിശുദ്ധിയാണ്. ദൈവം മൈനസ് പരിശുദ്ധി, പിന്നെ ദൈവത്തിൽ ഒന്നുമില്ല. ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയെ എടുത്തു മാറ്റിയാൽ പിന്നെ ദൈവത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2, യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആളത്വവും രക്ഷണ്യ പ്രവൃത്തിയും. എന്നാൽ ആ രക്ഷണ്യ പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് സൃഷ്ടിയിൽ വെളിപ്പെട്ടിട്ടുള്ള ദൈവമഹത്വമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്നല്ല, സൃഷ്ടിയിൽ വെളിപ്പെട്ട ദൈവമഹത്വത്തെക്കാൾ കൂടുതലാണ് വീണ്ടെടുപ്പിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. Creational attributes of God and redemptive attributes of God. Both of these attributes should compel you and me to worship our God. Worshipping
means giving ourselves completely to God and for God. ദൈവത്തിന്റെ സൃഷ്ടിപരമായ വിശേഷതകളും വീണ്ടെടുപ്പുപരമായ വിശേഷതകളും സ്വഭാവങ്ങളും നമ്മെ ആരാധനയിലേക്ക് നയിക്കണം. ആരാധന എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ദൈവത്തിനും സ്തോത്രം ദൈവത്തിങ്കലേക്കും പൂർണ്ണമായും കൊടുക്കുന്നതാണ്. സ്തോത്രം. നമ്മെ തന്നെ കൊടുക്കാതെ ആരാധന സാധ്യമല്ല. അതാണ് നാം കാണുന്നത്. മൂപ്പന്മാർ വീണ് സിംഹാസനസ്ഥനായവനെ നമസ്കരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെയും ഒടുവിലുണ്ട്, 5-ാം അധ്യായത്തിന്റെയും ഒടുവിലുണ്ട്. മൂപ്പന്മാർ വീണ് നമസ്കരിക്കുന്നു, വീണ് കിടക്കുന്നു. ആ സാഷ്ടാംഗം പ്രണമിക്കുന്നത് തങ്ങൾ തിരുമഹത്വത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല എന്നുള്ള ഏറ്റുപറച്ചിലാണ്. തങ്ങൾ ആരുമല്ല എന്ന തിരിച്ചറിവാണ്. ദൈവമഹത്വത്തെ പറ്റിയുള്ള ആ തിരിച്ചറിവിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ പൂർണ്ണമായും അർപ്പിക്കുന്ന അനുഭവമാണത്. ആരാധനയിൽ അത് സംഭവിക്കണം. ഇത് സംഭവിക്കാത്ത ആരാധനകളല്ല. ദൈവം അവയെ സ്വീകരിക്കുന്നില്ല. സ്തോത്രം. ആ ഭാഗം അത്രയും കൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റ് സംശയങ്ങളോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനിയും അവിടെ നിൽക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും വരാം. നാം 4-ാം അധ്യായത്തിൽ നിന്ന് നേരെ ആരാധന എന്ന വിഷയത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയായിരുന്നു. അതിനു മുമ്പ് 5-ാം അധ്യായത്തിലെ മുദ്രയിടപ്പെട്ട പുസ്തകത്തെക്കുറിച്ചും നമ്മൾ കണ്ടു. യോഹന്നാൻ കരഞ്ഞതിന്റെ കാരണവും നമ്മൾ മനസ്സിലാക്കി. സ്തോത്രം. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഇനിയും വിശദീകരിക്കേണ്ടതില്ലല്ലോ. പുസ്തകം തുറക്കുവാനോ, 3-ാമത്തെ വാക്യത്തിലുണ്ട് നോക്കുവാനോ, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. കാരണം നമ്മൾ കണ്ടു, വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് ആധാരം സുരക്ഷിതമാക്കി സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് ഒരുവനേ ഉള്ളൂ. അവന് മാത്രമേ ഈ പുസ്തകം വാങ്ങാനും നോക്കുവാനും തുറക്കുവാനും അതിലെഴുതിയിരിക്കുന്നത് നടപ്പിലാക്കുവാനും അധികാരമുള്ളൂ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞുവല്ലോ. സ്തോത്രം. 4-ാം വാക്യത്തിലാണ് യോഹന്നാൻ കരഞ്ഞത്. അതിന്റെ കാരണവും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ പുസ്തകം വാങ്ങുവാനും നോക്കുവാനും തുറക്കുവാനും യോഗ്യനായ ഒരു ജയാളിയെ മൂപ്പന്മാരിൽ ഒരുത്തൻ പരിചയപ്പെടുത്തുന്നു. സ്തോത്രം. അവിടെയാണ് നാം കാണുന്നത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ ചിത്രം? സ്തോത്രം. ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു? വിശദീകരിക്കാതെ ഞാൻ 1-2 കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാതെ ഞാൻ വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും ഒന്നാമത് 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ നാം അവിടെ കാണുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹം. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലായിരുന്നല്ലോ. സ്തോത്രം.
ഓർക്കുന്നില്ലല്ലേ? വായിച്ചു, but not explained. ഓക്കെ. യേശു ആര്? വെളിപ്പാട് 5-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന്റെ പരിചയപ്പെടുത്തൽ. ഒന്ന്, യഹൂദ ഗോത്രത്തിലെ സിംഹം. 2, ദാവീദിന്റെ വേര്, ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. 2, ദ റൂട്ട് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ വേര്. 3, ദ കോൺകറർ, ജയം പ്രാപിച്ചവൻ, ജയാളി. ജയാളി, ദ കോൺകറർ. സ്തോത്രം. 4-ാമത്തെ കാര്യം നാം 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതാണ് ദ സ്ലെയിൻ ലാം, അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ വിശേഷണങ്ങൾ വീണ്ടും അവിടെയുണ്ട്. 7 കൊമ്പ്. കൊമ്പ് രാജകീയതയെയും അധികാരത്തെയും കാണിക്കുന്നു. ഹോൺ, 7 horns is the representation of divine perfect authority and royalty. രാജകീയതയും ദൈവീക പൂർണ്ണതയുള്ള അധികാരവുമാണ് 7 കൊമ്പ്. അതിന് 7 ദൈവാത്മാക്കളായ കണ്ണുകളുമുണ്ട്. That shows the perfect knowledge, omniscience of Christ. യേശുക്രിസ്തുവിന്റെ സർവജ്ഞാനത്തെയാണ് ദൈവാത്മാക്കളായ 7 കണ്ണുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. 7 കൊമ്പുകൾ യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ അധികാരത്തെയും രാജത്വത്തെയും, 7 കണ്ണുകൾ യേശുക്രിസ്തുവിന്റെ സർവജ്ഞതയെയും വെളിപ്പെടുത്തുന്നു. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു യേശുക്രിസ്തുവിനെ കുറിച്ച്. യഹൂദ ഗോത്രത്തിലെ സിംഹം, 2 ദാവീദിന്റെ വേര്, 3 ജയം പ്രാപിച്ചവൻ, ജയാളി, 4 അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാടിനുള്ള വിശേഷതയും നമ്മൾ കണ്ടു. സ്തോത്രം. 5-മതൊരു കാര്യം യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ളത് 4-ാം വാക്യത്തിന്റെ 2-ാം വാക്യം, 4-ാം വാക്യം, 9-ാമത്തെ വാക്യം. പിന്നെ ചിലപ്പോൾ ഭാഷയിൽ വാക്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണും. ഞാൻ മലയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 9-ാമത്തെ വാക്യം, പിന്നെ 12-ാമത്തെ വാക്യം. ഇവിടെയെല്ലാം നാം കാണുന്നു ക്രിസ്തു യോഗ്യൻ. ഹി ഈസ് വർതി. ക്രിസ്തു യോഗ്യൻ. എന്തിനൊക്കെ യോഗ്യനാണെന്നുള്ളത് നാം ഈ ഭാഗങ്ങളിൽ നിന്ന് കണ്ടു കഴിഞ്ഞത് കൊണ്ട് അതും ഇനിയും ആവർത്തിക്കേണ്ടതില്ലല്ലോ. സ്തോത്രം. കൂടാതെ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഭാഗങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം 6-മതുണ്ട്. യേശു പരിപൂർണനായും ദൈവം. യേശു ദൈവമാണ്. സ്തോത്രം. യേശു ദൈവമാണ്. 7-ാമത്തെ കാര്യം, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയവനാണ്. എന്ന് വെച്ചാൽ
യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. He is the Redeemer. He is the Redeemer. സ്തോത്രം. Redeemer. യേശു ദൈവമായതുകൊണ്ട് ഒരു കാര്യവും കൂടെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. അവൻ ആരാധ്യനാണ്. ആരാധ്യനാണ്. വർതി എന്നുള്ളതിനകത്ത് അത് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അല്ല, വേറെയായിട്ട് നമുക്കത് ചിന്തിക്കണമെങ്കിൽ അതിനും സാധ്യതയുണ്ട്. ഇവിടെ He is one who is worshipped. ആരാധ്യൻ. കുറഞ്ഞത് ഈ 8 കാര്യങ്ങളെങ്കിലും യേശുവിനെ പറ്റി ഈ 5-ാം അധ്യായം വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഈ 5-ാമത്തെ അധ്യായം ക്രിസ്തുവിനെ കുറിച്ചുള്ള കുറഞ്ഞത് ഈ 8 ചിന്തകളെങ്കിലും അല്ലെങ്കിൽ ഈ 8 പഠനങ്ങളെങ്കിലും നമുക്ക് തരുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവിനെ ശരിയായി അറിഞ്ഞുകൊണ്ട് നാം നമസ്കരിക്കണം, ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാമല്ലോ, ശമരിയക്കാരത്തി സ്ത്രീയോട് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ തെറ്റായ ആരാധനകളെ കുറിച്ച്. അതിൽ ഈ കാര്യം പറഞ്ഞത് കൊണ്ട് ഒരു 3-ാമത്തെ കാര്യവും കൂടെ പറയാം. ഇന്നലെ 2 കാര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വർഷിപ്പിംഗ് വിതൗട്ട് പ്രോപ്പർ നോളജ് ഈസ് ഓൾസോ റോങ് വേ ഓഫ് വർഷിപ്പ്. ശരിയായ തിരിച്ചറിവില്ലാതെ അഥവാ ജ്ഞാനമില്ലാതെയുള്ള ആരാധനയും തെറ്റായ ആരാധനയാണ്. സ്തോത്രം. അതൊരു പക്ഷേ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. രക്ഷിക്കപ്പെടുന്ന അന്ന് തന്നെ നമുക്ക് വേണ്ടത്ര ജ്ഞാനമൊന്നും ദൈവത്തെക്കുറിച്ച് ഉണ്ടാവില്ല. അത് സാധ്യവുമല്ല. പക്ഷേ പ്രായത്തിനനുസരിച്ച് ദൈവത്തെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. സ്തോത്രം. രക്ഷിക്കപ്പെടുന്ന അന്ന് തന്നെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് കൈവരിപ്പാൻ കഴിയില്ല. തീർച്ചയായും അത് ഭാഗികമോ അംശമായിട്ടോ ഉള്ളതായിരിക്കും. അത് കുഴപ്പമില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന അന്ന് തന്നെ അപ്പനെയും അമ്മയെയും തിരിച്ചറിയുന്നില്ല. പക്ഷേ ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആനുപാതികമായി അപ്പനമ്മമാരെ കുറിച്ചുള്ള അറിവ് ആ കുഞ്ഞിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് വാർദ്ധക്യത്തിൽ വരെയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ ഒരു അനുഭവം, ആ ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ നാം ആരാധിക്കുന്ന കർത്താവ് ആരാണ് എന്നുള്ള തികഞ്ഞ ബോധ്യം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് കിട്ടുന്നത് ഈ 8 വിധമാണ്. ഞാൻ അവ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു വിശദീകരണം. അതിൽ 1-ാമത്തെ കാര്യം പറയുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ്. യേശുവിനെ നാം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത് യേശു യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ്. അർത്ഥം ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്ക് അറിയാമല്ലോ, മനസ്സിലാകുമല്ലോ. വളരെ പ്ലെയിൻ ആണ്, വളരെ തെളിവായി കിടക്കുന്ന ഒരു കാര്യമാണത്.
സ്തോത്രം. എന്തേ? യേശു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. യഹൂദ ഗോത്രത്തിന്റെ വിശേഷത രാജകീയ ഗോത്രം ആണെന്നുള്ളതാണ്. ലേവ്യ ഗോത്രം പുരോഹിത ഗോത്രം, യഹൂദായോ രാജകീയ ഗോത്രം. യേശു ജനിച്ചത് രാജകീയ ഗോത്രമായ യഹൂദ ഗോത്രത്തിലാണ്. 2, യേശു ജനിച്ചത് ഇസ്രായേലിലെ ഏക രാജകുടുംബമായ ഡൈനാസ്റ്റിയായി, ഇറ്റേണൽ ഡൈനാസ്റ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം, നിത്യ രാജവംശമായ ദാവീദിന്റെ വംശത്തിലാണ്. യഹൂദായിൽ വേറെ ഒരു രാജകുടുംബം ഭരിച്ചിട്ടില്ല. ശൗലും പിന്നെ ദാവീദ്. ശൗലിനെ കർത്താവ് നീക്കി, പിന്നീട് ദാവീദ്, പിന്നെ ശലോമോൻ. ശലോമോന് ശേഷം രാജ്യം 2ആയി പിരിഞ്ഞപ്പോഴും ഒരു ഭാഗം ചെറുതാണെങ്കിലും എടുത്ത് ദാവീദിന് നൽകി. അതാണ് യഹൂദ ഗോത്രം അല്ലെങ്കിൽ യഹൂദ്യ ദേശം. അവിടെ ദാവീദിന്റെ കുടുംബമല്ലാതെ വേറെ ഒരു രാജവംശം, ഒരു രാജകുടുംബം ഉണ്ടായിട്ടില്ല. പിരിഞ്ഞുപോയ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ പല രാജകുടുംബങ്ങൾ മാറി മാറി ഭരിച്ചു. ഒരു രാജകുടുംബമോ ഒരു രാജവംശമോ മാത്രമായിരുന്നില്ല അവിടെ ഭരണം നടത്തിയത്. എന്നാൽ യഹൂദയിൽ ഒറ്റ രാജകുടുംബം. ആ കുടുംബത്തിലാണ് യേശു പിറന്നത്, യേശു ജനിച്ചത്. അപ്പോൾ യേശു യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളൊന്ന് കൂടെ വന്നാട്ടെ. നിത്യരാജ്യത്വം. യേശുവിന്റെ രാജത്വത്തെയാണ് അവിടെ കാണിക്കുന്നത്. അവന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. സ്തോത്രം. യേശുവിന്റെ രാജത്വവും നിത്യം, യേശുവിന്റെ പൗരോഹിത്യവും നിത്യം. സ്തോത്രം. യേശു രാജാവെന്ന നിലയിൽ ദാവീദിന്റെ ക്രമപ്രകാരമുള്ളവൻ, പുരോഹിതൻ എന്ന നിലയിൽ മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരമുള്ളവൻ. അഹരോന്റെ ക്രമപ്രകാരമായിരുന്നെങ്കിൽ യേശുവിന് പുരോഹിതനോ മഹാപുരോഹിതനോ ആകാൻ ഒക്കുകയില്ല. എബ്രായ ലേഖന കർത്താവ് അത് പറയുന്നുണ്ട്. യേശു ജനിച്ചത് പൗരോഹിത്യം ഉള്ള ഗോത്രത്തിലല്ല. അപ്പോൾ യേശുവിന്റെ രാജത്വം ദാവീദ്യ കുടുംബവുമായും യേശുവിന്റെ പൗരോഹിത്യം മൽക്കീസേദേക്കിന്റെ ക്രമവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ഇനിയും തിരിയുന്നില്ല. അതുപോലെ യേശുക്രിസ്തുവിന്റെ പ്രവാചകത്വം ആരുടേതിനോടാണ് ഉപമിക്കപ്പെടുക? മോശയോട്. അതെ, മോശയുടെ പ്രവാചകത്വത്തോടാണ് യേശുവിന്റെ പ്രവാചകത്വം താരതമ്യം ചെയ്യപ്പെടുന്നത്. എന്നാൽ പ്രവാചകത്വവും പൗരോഹിത്യവും നമുക്കിവിടെ വിഷയമല്ലാത്തത് കൊണ്ട് അവിടേക്ക് ഇനി തിരിയുന്നില്ല. യേശുവിന്റെ രാജത്വം. സ്തോത്രം. യഹൂദ ഗോത്രത്തിലെ സിംഹം. അത് യഹൂദനും മനസ്സിലാകും,
സാധാരണക്കാർക്ക് മനസ്സിലാകും. സിംഹം, കാട്ടിലെ രാജാവ്, കാട്ടിലെ രാജാവ്. യഹൂദ ദൈവം വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിന്റെ രാജാവും ലോകത്തിന്റെ രാജാവും. കൂടെ വരുന്നുണ്ടല്ലോ. സ്തോത്രം. യഹൂദ ഇസ്രായേലിലെ ഗോത്രങ്ങളിലെ ഭരണ ഗോത്രമാണ്, രാജകീയ ഗോത്രമാണ്. മാത്രമല്ല ആ യഹൂദ ലോകഭരണം കൈയാളും എന്നും കൂടെ പ്രവചനമുണ്ട്. സ്തോത്രം. യഹൂദ ഗോത്രത്തിൽ നിന്ന് ഇസ്രായേലിനെയും ലോകത്തെ തന്നെയും ഭരിക്കുവാനുള്ളവൻ വരും എന്ന പ്രവചനമാണ് നമുക്ക് ഗോത്രപിതാവിന്റെ അന്തിമ വാക്കുകളിൽ നിന്നും കാണുവാൻ സാധിക്കുക. ഉൽപ്പത്തി പുസ്തകം 49:9. ജെനസിസ് 49:9. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ അവൻ നിന്നും രാജതണ്ണ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുഭവം. സ്തോത്രം. നെറ്റിന് പ്രശ്നമുണ്ട്. ഇവിടെ നാം കാണുന്നു, യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ഓരോരുത്തരെയും വിളിച്ച് അവരുടെ ഭാവി ഓർമ്മപ്പെടുത്തുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ യഹൂദയെ യാക്കോബ് ഇരപിടിച്ച് കയറി വരുന്ന ജയാളിയായ ഒരു ബാലസിംഹത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അവരുടെ അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിന്റെ ഇടയിൽ നിന്ന് ആര് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? അധികാരമുള്ളവൻ, അല്ലെ? അവകാശമുള്ളവൻ. എന്തിന്റെ അവകാശമാ? രാജദണ്ഡ്, രാജകീയമായ ഭരണാധിപത്യം. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗോത്രപിതാവായ യാക്കോബ് യഹൂദ ഗോത്രത്തെ, തൻ്റെ മകനായ യഹൂദയെയും അവന്റെ സന്തതി പരമ്പരകളായ യഹൂദ ഗോത്രത്തെയും അനുഗ്രഹിക്കുകയും ഭാവി സംബന്ധിച്ച് പ്രവചിക്കുകയും ചെയ്ത പ്രവചനങ്ങൾക്ക് അനുസരിച്ചുള്ളവനാണ് യേശു എന്ന് വെളിപ്പാട് 5:5 മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. യേശു ഭരിക്കുവാൻ യോഗ്യൻ. ഭരണസാരഥ്യം അവന്റെ തോളിൽ. യെശയ്യാവും യേശുവിനെ കുറിച്ചുള്ള പ്രവചനം പറയുമ്പോൾ എന്താണ് പറയുന്നത്? ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. സ്തോത്രം. യേശുവിന്റെ ജനന സ്ഥലത്തെ കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ ആരായിരുന്നു? The prophet who prophesied about the place of Jesus' birth. മീഖ പ്രവാചകൻ. അപ്പോൾ മീഖ പറയുന്നുണ്ട്,
നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ ആ. യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. സ്തോത്രം. വാക്യം കൂടെ പറഞ്ഞത്. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. മീഖ 5:2. സ്തോത്രം. അത് പുരാതനമായതാ, അനാദിയിൽ തന്നെ നിയമിച്ചു വെച്ചിരിക്കുന്നതാ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്ന് ഇസ്രായേലിന്റെ ഭരണാധിപനും ലോകത്തിന്റെ രാജാവും ഉത്ഭവിക്കും. അത് മറ്റാരുമല്ല, യേശുവാണ്. സ്തോത്രം. ആ പ്രവചന പുരുഷനാണ് യേശു എന്ന് വെളിപ്പാട് 5:5 നാം കാണുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം. അതാണ് നാം യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. യേശുവിന്റെ രാജത്വത്തെ കുറിച്ച്. പ്രൈസ് ഗോഡ്. അതുപോലെ പ്രോവബ്സ് സദൃശ്യവാക്യങ്ങൾ 28:1 നാം കാണുന്ന ഒരു കാര്യമുണ്ട്. 28:1. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകും, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. സ്തോത്രം. നിർഭയത ബാലസിംഹത്തിന്റെ അല്ലെ സിംഹത്തിന്റെ അർത്ഥങ്ങളായിട്ടാണ് നാം അവിടെയൊക്കെ കാണുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള ധാരാളം ഭാഗങ്ങൾ സങ്കീർത്തനങ്ങളിലും എബ്രായ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിലും ഒക്കെ ഉണ്ട് യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ സംബന്ധിച്ച്. പ്രവാചകന്മാർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ രാജത്വം അത് തന്നെ പഠിക്കുവാൻ പോയാൽ നമുക്കൊത്തിരി സമയമാകും എന്നതുകൊണ്ട് യേശു രാജാവ് എന്ന് പറഞ്ഞു വിടുന്നു. എന്തിനേറെ, യേശുവിന്റെ യെരൂശലേം പ്രവേശനം തന്റെ മരണത്തിന് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ്, near about 1 week before Christ's crucifixion, Jesus' triumphal entry into Jerusalem also was the proof of Jesus being the king of Zion. സിയോന്റെ രാജാവായി യേശുക്രിസ്തുവിന്റെ രംഗപ്രവേശമാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് യെരുശലേമിലേക്ക് യേശു നടത്തിയ വിജയപ്രവേശം. പ്രവാചകന്റെ പ്രവചനമൊക്കെ എടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, സിയോൻ പുത്രിയെ നിന്റെ രാജാവ് സൗമ്യനായി, രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയുന്നു എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം വർണ്ണിച്ചതിന്. അപ്പോൾ യേശുക്രിസ്തു കഴുതപ്പുറത്താണ്, കഴുതക്കുട്ടിയുടെ പുറത്താണ് കയറിയതെങ്കിലും പ്രവചന നിവൃത്തിയായിരുന്നു. അതിലൂടെയും യേശു എന്ത് വെളിപ്പെടുത്തി? താൻ രാജാവാണ്. സ്തോത്രം. യേശുവിന്റെ ജനനത്തിങ്കൽ മറിയയോടും യോസെഫിനോടും ഒക്കെയുള്ള പ്രവചനങ്ങളുണ്ട്. ജനന ശേഷം ആട്ടിടയന്മാരോട് സ്വർഗീയ ഗായക സംഘം പാടിപ്പറഞ്ഞതും സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം എവിടെ? ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു,
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ, കണ്ടോ, ദാവീദിന്റെ പട്ടണത്തിൽ. അതിനുശേഷം ശിശുവായ യേശുവിനെ കാണാൻ വന്ന വിദ്വാൻമാർ, അവരുടെ ചിന്തയിൽ തെറ്റിച്ചെന്നത് കൊട്ടാരത്തിലാണെങ്കിലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ദൂത് എന്താണ്? ആര് ജനിച്ചു എന്നാ? യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജകൊട്ടാരത്തിലാണല്ലോ എന്ന സാമാന്യ ബോധത്തിൽ അവർ കൊട്ടാരത്തിൽ എത്തിയെന്നേ ഉള്ളൂ. നക്ഷത്രത്തെ പിന്തുടർന്നില്ല എന്നൊരു തെറ്റവർക്കുണ്ട്. എന്നാലും അവരുടെ യുക്തിയിൽ അവരെത്തിയതിൽ തെറ്റില്ല. അതുമൊക്കെ പ്രവചന നിവർത്തിക്ക് ആവശ്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ രാജാവായി പിറന്നവൻ എവിടെ? So even at the very birth, Jesus was the born king. He was born as the king. രാജാവായിട്ട് പിറന്നവനാണത്. പിന്നീട് ആ വിദ്വാൻമാർ കാഴ്ചവെച്ചത്, 3 വസ്തുക്കൾ കാഴ്ചവെച്ചതിൽ സ്വർണം യേശുക്രിസ്തുവിന്റെ രാജകീയതയ്ക്ക് തെളിവാണ്. Those wise men offered Jesus 3 things, and first was gold. That gift of gold also shows Jesus as the king, proof of his royalty. He was born as a royal member. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശു രാജാവ്. ക്രൂശീകരണത്തിലോ, even at crucifixion, what was his crime? യേശുവിന്റെ കുറ്റസംഗതി എന്തായിരുന്നു? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം. The Jewish procurator Pilate Pontius, റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ്, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ തലയ്ക്ക് മുകളിൽ എഴുതി വച്ച കുറ്റസംഗതി, ഔദ്യോഗിക കുറ്റസംഗതി, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ മരണത്തിൽ കുറ്റസംഗതിയും യേശു രാജാവ് എന്നുള്ളത് തന്നെയായിരുന്നു. Knowingly or unknowingly, even Pilate, he just proved the prophecy that Jesus is the king. Even in burial, അടക്കത്തിലോ, അവൻ മഹാന്മാരോടും ധനവാന്മാരോടും മഹാന്മാരോടും കൂടെ. യെസ്, യെശയ്യാവ് അതാണ് പ്രവചിച്ചത്. യോസേഫിന്റെ കല്ലിൽ വെട്ടിയ കല്ലറയിൽ യേശു അടക്കം ചെയ്യപ്പെട്ടു. സ്തോത്രം. അപ്പോൾ അടക്കം ചെയ്യപ്പെട്ടതിലും അടക്കത്തിലും യേശു രാജാവ് എന്ന് തെളിയിക്കപ്പെടുന്നു. നോക്കൂ, യേശുവിന്റെ ജനനത്തിന് മുൻപുള്ള കാര്യം വിട്, ദ പ്രീഎമിനൻസ് ഓഫ് ജീസസ്, അത് തൽക്കാലം നമുക്കങ്ങ് വിടാം. നമ്മൾ ആരും കാണുന്നില്ല. നമുക്കത്, ദൈവമക്കളായി നമുക്കതറിയാം, തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു സാധാരണ മനുഷ്യന്റെ രീതിയിൽ പറയുകയാണ്, യേശുവിന്റെ കന്യകാ ജനനത്തിന് മുൻപുള്ള കാര്യങ്ങൾ തൽക്കാലം മാറ്റിവെച്ചാലും യേശുവിന്റെ ജനനം മുതൽ, സ്തോത്രം, മറിയയുടെ കൺസെപ്ഷൻ മുതൽ
യേശുവിനെ മറിയ ഉദരത്തിൽ വഹിക്കുന്നത് മുതൽ യേശുവിൻ്റെ അടക്കം വരെയും ശവമടക്കു വരെയും നമുക്ക് യേശുവിൻ്റെ രാജത്വത്തെ പല അളവുകളിൽ കാണുവാൻ കഴിയും. അതിൻ്റെ ഒരൊറ്റമൂലി പ്രയോഗമാണ് ഇവിടെ നാം കാണുന്നത്. യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ. സ്തോത്രം, സ്തോത്രം. അൺഡിഫീറ്റബിൾ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ അജയ്യതയെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്. അത്രയും മതിയായിരിക്കുമല്ലോ. ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കുറിച്ചൊക്കെ ഒത്തിരി ഇനിയുമുണ്ട്, പക്ഷെ അവിടേക്ക് നമ്മൾ പോകുന്നില്ല. അത് തന്നെ ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ ആ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടും ഉണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത് യേശുവിനെ പറ്റി എന്താ പറയുന്നത്? ദ റൂട്ട് ഓഫ് ഡേവിഡ്. ദാവീദിന്റെ വേര്. ദാവീദിന്റെ വേര്. ദ സീഡ് ഓഫ് ഡേവിഡ്. ദാവീദ് പുത്രൻ, ദാവീദിന്റെ സന്തതി. ഈശായുടെ വേര് എന്നൊക്കെ യേശുവിനെ വിളിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. യഹൂദാ ഗോത്രത്തിന് യാക്കോബിലൂടെ യേശു എന്ന രാജാവിന്റെ വാഗ്ദത്തം ലഭിച്ചത് നാം ഉൽപ്പത്തി 49 നിന്ന് കണ്ടു. അതുപോലെ ദൈവം തെരഞ്ഞെടുത്ത് ആക്കി വച്ച രാജാവായ ദാവീദിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദത്തമായിരുന്നു പറഞ്ഞാട്ടെ നിത്യരാജ്യത്വം. സ്തോത്രം. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവനൊരു സന്തതി ഇല്ലാതെ വരികയില്ല. സ്തോത്രം. നാം അത് കാണുന്നത് 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിലാണ്. സ്തോത്രം. 2 സാമുവേൽ chapter 7. അവിടെയാണ് ദാവീദ് ദേവാലയം പണിയാനുള്ള പുറപ്പാടൊക്കെ നടത്തി. പ്രവാചകൻ ചെയ്തോളാനും പറഞ്ഞു. എന്നാൽ ദൈവം അതേ പ്രവാചകനെ തിരിച്ചുവിട്ടിട്ട് അവനോട് പറയുന്നു, 7-ന്റെ 16 7:16, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. സ്തോത്രം. ആ അധ്യായം മുഴുവനും വായിച്ചു നോക്കിയാൽ 1-ലധികം പ്രാവശ്യം ദൈവം ദാവീദിനോട് വാഗ്ദത്തം ചെയ്യുന്നുണ്ട് ഒരു നിത്യ രാജ്യത്വത്തെ കുറിച്ച്. 2 കാര്യങ്ങളാണ് ദാവീദിനോട് ഇവിടെ ഈ അധ്യായത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. സ്തോത്രം. ഒന്ന്, ഒരു സന്തതി, അതും ഒരു പുരുഷ പ്രജ. 2, നിത്യരാജ്യത്വം. സ്തോത്രം. ഒരു സന്തതിയെയും, അതിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളാണ്, വിശേഷിച്ച് അതിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് അത് രണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയുന്നത്. ഒരു സന്തതി, 2 സ്ഥിരപ്പെടുത്തപ്പെടുന്ന രാജ്യത്വം, സ്ഥിരരാജ്യത്വം. So God promised David a seed as well as a permanent throne. A permanent throne. അതുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാ?
അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്തോത്രം. അപ്പോൾ യേശുവിനെ അബ്രഹാമിന്റെ പുത്രൻ അല്ലെ അബ്രഹാമിന്റെ സന്തതി എന്നും ദാവീദിന്റെ സന്തതി എന്നും വിളിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നത്. 89-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം, Psalms 89 verse 3. എന്റെ വൃതനോട് ഞാൻ ഒരു നിയമവും എന്റെ ദാസനെ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. സ്തോത്രം. 35:35. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു, ദാവീദിനോട് ഞാൻ ഭോഷ്കു പറയുകയില്ല. 60-ാം സങ്കീർത്തനത്തിലും നാം അത് കാണുന്നുണ്ട്. യിരെമ്യാവ് 35-ൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. ഇവിടെയെല്ലാം സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, യഹോവ തന്റെ വിശുദ്ധിയെ ചൊല്ലി ദാവീദിനോട് സത്യം ചെയ്തു. സ്തോത്രം. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ഉടമ്പടിയെ കുറിച്ച് കാണുന്നുണ്ട്. ദിസ് ഈസ് മോസ്റ്റ്ലി നോൺ ആസ് ദ ഡേവിഡിക് കവനന്റ്, ദാവീദ്യ ഉടമ്പടി. വെളിപ്പാട് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, യേശു ദാവീദിന്റെ സന്തതിയാണ്, യഹൂദ ഗോത്രത്തിൽ പിറന്നവൻ, ദാവീദിന്റെ കുടുംബത്തിൽ പിറന്നവൻ. അതുകൊണ്ട് ദാവീദിനോട് ദൈവം തന്റെ വിശുദ്ധിയെ ചൊല്ലി അരുളി ചെയ്ത നിത്യമായൊരു നിയമം, അതിനനുസരിച്ച് യേശു ദാവീദിന്റെ സന്തതിയുമാണ്, ദാവീദിന്റെ നിത്യമായ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുവാൻ അധികാരമുള്ള രാജാവുമാണ്. അവിടെയും യേശു രാജാവ് എന്ന വസ്തുതയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. ഇത്രയും മനസ്സിലായല്ലോ. സ്തോത്രം. യേശു രാജാവ്, യഹൂദ ഗോത്രത്തിലെ സിംഹം. 2, ദാവീദിന്റെ വേര്, ദാവീദിന്റെ വേര്. സ്തോത്രം. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം, ഒത്തിരി ഭാഗങ്ങളുണ്ട്, എല്ലാം എടുത്ത് കാണിക്കാൻ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. 10-ാമത്തെ വാക്യം, 11-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യെശയ്യാ 11:10. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അവിടെയും യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇശായിയുടെ വേര്. ഇശായി നമുക്കറിയാം ദാവീദിന്റെ അപ്പനായിരുന്നു. അപ്പോൾ ഇശായിയുടെ വേരെന്നും മുളയെന്നും ദാവീദിന്റെ വേരെന്നും ഒക്കെ വിളിക്കപ്പെടുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം വാഗ്ദത്തം ചെയ്ത രാജാവായി പിറന്നവനാണ് യേശു. സ്തോത്രം. രൂത്തിന്റെ പുസ്തകത്തിലാണ് നാം ആ ദാവീദ്യ കുടുംബത്തിന്റെ തുടക്കം കാണുന്നത്. ബോവസിനും രൂത്തിനും പിറക്കുന്ന ആ കുടുംബത്തിൽ നിന്ന്. പോട്ടെ, അവിടേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ യേശുവിന്റെ രാജത്വം, യേശു രാജാവ്. യേശു പേരിന്റെ അർത്ഥം നമുക്കറിയാം, രക്ഷിതാവ്. അതുപോലെ
യേശുവിന്റെ മറ്റൊരു പേരാണ് മശിഹ, സ്ഥാനപ്പേരാണത്. യേശുക്രിസ്തുവിന്റെ സാധാരണ നാമം, പേര്. മശിഹ എന്നത് തൻ്റെ പദവിയുടെ, സ്ഥാനത്തിന്റെ വിശേഷണമാണ്. മശിഹ അല്ലെങ്കിൽ ക്രിസ്തു. നമുക്കറിയാം, ക്രിസ്തു അല്ലെങ്കിൽ മശിഹ എന്ന പേരിന്റെ അർത്ഥവും അനോയിന്റഡ്, അഭിഷിക്തൻ അഥവാ അനോയിന്റഡ് വൺ. അപ്പോൾ യേശു അഭിഷിക്തൻ എന്ന നിലയിൽ 3 വിശേഷപ്പെട്ട ഒഫീസസ്, പദവികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. 3 വിശേഷപ്പെട്ടവരെയാണ് ഇസ്രായേൽ മക്കൾക്കിടയിൽ അഭിഷേകം ചെയ്യാറുണ്ടായിരുന്നത്. അഭിഷിക്തൻ എന്ന നിലയിൽ യേശുവിൽ ഇത് 3 ഒരുമിച്ച് കാണാം: രാജാവും പ്രവാചകനും പുരോഹിതനും. As Messiah, as Christ, he is anointed one. 3 officers or people who used to hold 3 offices, they used to be anointed in the Old Testament, and they are kings, prophets, and priests. So Jesus as the Messiah, Jesus as the anointed one, he is anointed to be the king. യേശു ക്രിസ്തു എന്ന നിലയിൽ, അഭിഷിക്തൻ എന്ന നിലയിൽ രാജാവാണ്. യേശുവിന്റെ രാജ്യത്വം നിത്യരാജ്യത്വം. അത് ജാതീയ രാജാവായ നെബൂഖദ്നേസറിനോടും ദൈവം പറഞ്ഞു. ദാനിയേൽ 2-ാം അധ്യായം 34, 35, 44, 45 വാക്യങ്ങളിൽ. Daniel chapter 2 verses 34 and 35, 44 and 45. In these verses, God revealed about the eternal kingdom, or Jesus as the eternal king, to the heathen king Nebuchadnezzar. പ്രത്യേകിച്ച് 44, 45 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അവന്റെ രാജ്യത്വം കൈതൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ല്, നെബൂഖദ്നേസർ കണ്ട ആ വലിയ ബിംബമായ, അല്ലെങ്കിൽ ലോകത്തെ രാഷ്ട്രീയ കലണ്ടറായ ആ വലിയ ബിംബത്തെ ആ കല്ല് അടിച്ച് പൊടിച്ച് ഇല്ലാതെയാക്കിയിട്ട് ആ കല്ല് വളർന്ന് ഭൂമി മുഴുവനും നിറയുന്നു. അതിന്റെ അർത്ഥമാണ് 44, 45 വാക്യങ്ങളിൽ ദാനിയേൽ വ്യാഖ്യാനിച്ചു കൊടുത്തത്. അത് ലോകത്തിൽ വരാനുള്ള ഒരു 5ാമത്തെ രാജ്യത്വമാണ്. അത് ബാബിലോൺ മേദ്യപേർഷ്യയ്ക്കും, മേദ്യപേർഷ്യ ഗ്രീസിനും, ഗ്രീസ് റോമയ്ക്കും വഴിമാറിയതുപോലെ യേശുവിന്റെ രാജ്യത്വം മറ്റൊരാൾക്ക് മറ്റൊന്നിന് വഴിമാറുകയില്ല, മാറിക്കൊടുക്കയില്ല. അത് നിത്യരാജ്യത്വമാണ്. അപ്പോൾ നിത്യനായ രാജാവായ യേശുവിന്റെ സന്തതികളാണ് നാം, ആ യേശുവിന്റെ സഹോദരങ്ങളാണ് നാം. അതുകൊണ്ടും നാം രാജാക്കന്മാരാണ് കേട്ടോ. സ്തോത്രം. അതുകൊണ്ടും നാം രാജാക്കന്മാരാണ്. ആ നിത്യനായ രാജാവിനെ സേവിപ്പാൻ, രാജസന്തതികളായി തീരുവാൻ കർത്താവ് നമുക്ക് ഏതുമില്ലാത്ത നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് പൂർണ്ണ മനസ്സോടെ സേവിച്ച് യേശുക്രിസ്തു എത്രയും വേഗം ഈ ഭൂമിയിൽ സ്ഥാപിപ്പാനിരിക്കുന്ന 1000 ആണ്ട്
വാഴ്ചയിൽ കർത്താവിനോടൊപ്പം വാഴാനും അതിനുശേഷമുള്ള നിത്യരാജ്യത്വത്തിൽ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വാഴുവാനും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഇന്ന് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.